ശ്യാം എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിത കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വിഷമമുണ്ട്. ആ വിഷമം എന്താണെന്ന് ആദ്യം കേട്ടു നോക്കിയേ. ഇപ്പോൾ ഇവൻ്റെ അടുത്ത് പറയണ എനിക്ക് കുട്ടികളുണ്ടാകത്തില്ല, എൻ്റെ ഇതില്ലെന്ന് പറഞ്ഞു. ഇവന് കുട്ടികളുണ്ടാവാൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചികിത്സയിലൊക്കെ ആയിരുന്നു. കേട്ടല്ലോ, ശ്യാമിന് കുട്ടികൾ ഉണ്ടാവത്തില്ല. ഒരുപാട് ചികിത്സകൾ നടത്തി, പൂജകളൊക്കെ നടത്തിയിട്ടും ഒരു രക്ഷയുമില്ല. അങ്ങനെ 4 വർഷം കഴിഞ്ഞു. വളരെ വിഷമത്തോട് കഴിയുകയാണ് ശ്യാമും ഭാര്യയും. അങ്ങനെ വിഷമിച്ച് കഴിയുമ്പോൾ ഒരു ഞെട്ടലാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് ശ്യാമിന്. ശ്യാമിൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുന്നു, പ്രസവിച്ചിരിക്കുന്നു. പക്ഷേ പ്രസവിച്ച ആ കുട്ടി ശ്യാമിൻ്റേതല്ല, പിന്നെ ആരുടേതായിരിക്കും അല്ലേ? ഒരു വല്ലാത്ത ചോദ്യമാണ്. ഒരു വലിയ ദുരന്തമാണ് പിന്നീട് അവിടെ നടന്നത്. കേട്ടാലോ. പാവപ്പെട്ട ചെറുപ്പക്കാരനായ ശ്യാം സുന്ദർ എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. ഇതാണ് ശ്യാമിൻ്റെ കൊച്ചു വീട്. ഈ വീട്ടിലാണ് ശ്യാം ഉള്ളത്. നല്ല ജോലിക്കാരനാണ്. ജോലി എന്ന് പറഞ്ഞാൽ വെൽഡിങ് ജോലിയാണ്. എല്ലുമുറിയെ പണിയെടുക്കും. അതുപോലെ അനാവശ്യമായിട്ട് ഒരു ചിലവ് പോലുമില്ല. ആകപ്പാടെ ഉള്ള ദുശീലം എന്ന് വെച്ചാൽ ലോട്ടറി ടിക്കറ്റ് എടുക്കും. അല്ല മദ്യപാനമില്ല, അല്ലെങ്കിൽ വേറെയുള്ള ദുശീലങ്ങളൊന്നും അയാൾക്കില്ല. എല്ലാവരുടെ സ്നേഹത്തോട് മാത്രമേ അയാൾ പ്രതികരിക്കത്തുള്ളൂ. പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും അയാൾ നോക്കത്തില്ല. ഒരു ചിരിയോടെ മാത്രമേ ആൾക്കാരെല്ലാം ഈ ശ്യാമിനെ കണ്ടിട്ടുള്ളൂ. അനാവശ്യമായിട്ടൊരു പെണ്ണുങ്ങൾ അവിടെ ഇച്ചി പോകുന്നൊരു വാക്ക് ഞങ്ങൾ എന്നിട്ട് കളിയാക്കിയിട്ടുണ്ട്. അവിടെ പോയി ആരെങ്കിലും ഒരു പെണ്ണ്, എത്രയോ പെണ്ണുങ്ങളെ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റും, എനിക്ക് വേണ്ട. ഞാൻ നോക്കിയിട്ട് ഒരു ദുശീലം ഉണ്ടെന്ന് പറഞ്ഞാൽ ലോട്ടറി എടുക്കും. ആ ഒറ്റ സംഭവമേ ഉള്ളൂ. ജോലി ചെയ്യുന്ന പൈസ മൊത്തം ലോട്ടറി എടുക്കും. വല്ലപ്പോഴും ഒരു ഒക്കേഷണൽ ഡ്രിങ്കേ ഉള്ളൂ അവന്. ശ്യാമിന് വയസ്സ് കുറച്ചായി. ഇങ്ങനെ നിർത്തിയാൽ മതിയോ? അയാൾക്കൊരു തുണ വേണ്ടേ? ഒരു കൂട്ട് വേണ്ടേ? വേണം. അങ്ങനെ പറ്റിയൊരു പെണ്ണെ തന്നെ കണ്ടുപിടിച്ചു. ശ്യാമിനേക്കാൾ വളരെ പ്രായം കുറച്ചുള്ള ഒരു പെൺകുട്ടി, പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്. അങ്ങനെ കല്യാണം വളരെ കെങ്കേമമായിട്ട് തന്നെയാണ് നടത്തിയത്. അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം അറേഞ്ച് മാരേജാണ്. അപ്പോൾ ഈ മെയിൻ കാര്യം ഇവന് ഇച്ചിരി ലേറ്റ് മാരേജാണ്. ബിക്കോസ് അവൻ്റെ അച്ഛനും അമ്മയും സുഖമില്ലാതെ മരിച്ചുപോയി. അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടി വീടൊക്കെ വിൽക്കേണ്ടി വന്നു. പിന്നീട് ഇതകത്തെ വീട് ഇല്ലാത്തത് കൊണ്ടൊക്കെ പെണ്ണ് കിട്ടാനൊക്കെ ഒരു ഇച്ചിരി ലേറ്റായി. ശ്യാമും ഭാര്യയും കൂടെ ഈ കൊച്ചു വീട്ടിൽ അങ്ങനെ ജീവിതം തുടങ്ങുകയാണ്. സന്തോഷകരമായിട്ടാണ് അവരുടെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. ശ്യാം നല്ല ജോലിക്കാരനാണ്. ഭാര്യ പൊന്നുപോലെ നോക്കും. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഭാര്യ പൊന്നുപോലെ കൊണ്ട് നടക്കുകയാണ്. പക്ഷേ അവർക്കിടയിൽ ഒരു വലിയ വിഷമം. അതെന്താണെന്ന് അറിയുമോ? കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും, ഏതാണ്ട് 4 വർഷമായിട്ടും അവർക്ക് കുട്ടികളില്ല. ഒരുപാട് പൂജകൾ നടത്തി, ചികിത്സകൾ നടത്തി, എന്നിട്ടും ഒരു രക്ഷയുമില്ല. അവസാനം ശ്യാം തന്നെ ആ സത്യം തിരിച്ചറിഞ്ഞു. തനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല. ഇല്ല, മക്കളില്ലായിരുന്നു. അങ്ങനെ ഇവരിവിടെ താമസമുണ്ട്. 3-4 വർഷം വരെ താമസിച്ചിരുന്ന പിള്ളേരില്ലായിരുന്നു. ഞാനാ പറഞ്ഞത് ഈ ലാബിലൊക്കെ പോകുന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ കൊച്ചുങ്ങളില്ലെന്ന് പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൻ്റെ അടുത്ത് പറയണ എനിക്ക് കുട്ടികളുണ്ടാകത്തില്ല, എൻ്റെ ഇതില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഞങ്ങൾ പിന്നെ വഴക്കുകളായിട്ടുണ്ട്. കുട്ടികളില്ല എന്നുള്ള വിഷമം ഒഴിച്ചാൽ വളരെ സന്തോഷത്തോടെയാണ് ഭാര്യയും ഭർത്താവും കൂടെ ജീവിച്ച് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകുന്ന ഒരു ദിവസം ഒരു ഞെട്ടിക്കുന്ന സത്യം എല്ലാവരും അറിയുകയാണ്. നാട്ടുകാരറിഞ്ഞു, ശ്യാം അറിഞ്ഞു. ശ്യാമിൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അതെങ്ങനെയാണ്? കുട്ടികളുണ്ടാവാൻ സാധ്യതയില്ലാത്ത ശ്യാമിന് ഇങ്ങനെ കുട്ടികളുണ്ടായി. അങ്ങനെ ശ്യാമിൻ്റെ ഭാര്യ പ്രസവിക്കുകയും ചെയ്തു. അതോടുകൂടി ആകെ പുകിലായി. ഇത് ആരുടെ കുട്ടിയാണ്? ശ്യാമിന് ഉറപ്പാണ് ഇത് തൻ്റെ കുട്ടിയല്ല. പിന്നെ ആരുടേതാണല്ലേ? ഒരു വല്ലാത്ത ചോദ്യമാണ് അവിടെ ഉയർന്നു വരുന്നത്. അത് മറ്റാരുടേതുമല്ല, ശ്യാമിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ, ഒരു പായിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ടു വളർന്ന ശ്യാമിൻ്റെ ചങ്കിൻ്റെ ചങ്കായ ധനേഷിൻ്റെതാണ് ആ കുട്ടി. നടുങ്ങിപ്പോയില്ലേ? ഞെട്ടിപ്പോയല്ലേ? ഞെട്ടും. ഈ ശ്യാമിന് അറിയാൻ അവൻ്റെ കുട്ടിയല്ലെന്ന് അറിയാം. അവൻ എൻ്റെ അടുത്ത് ഇത്രയും പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവത്തില്ല, ഇതില്ലെന്ന് പറഞ്ഞു. ഒരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഇല്ല എന്നവൻ പറഞ്ഞായിരുന്നു. അത് വേറെ ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞു. ഇത് വഴിവിട്ട ഒരു ബന്ധമാണെന്ന് എപ്പോഴും ശ്യാം മനസ്സിലാക്കുന്ന എപ്പോഴാണ്? ഈ കൊച്ചു മനസ്സിലാക്കുന്നതെന്ന് പറയാം. കുട്ടി ഗർഭിണിയായ സമയത്തോ? ഗർഭിണിയായപ്പോഴും അവന്, ബിക്കോസ് ഇവന് ആവത്തില്ല എന്നുള്ളൊരു കാരണം. അവനെ എന്നോടൊന്നും വലുതായിട്ട് അവർ പറയാറില്ല. എൻ്റെ സിസ്റ്ററുമായിട്ടാണ് അവന് കൂടുതൽ അടുപ്പമുള്ളത്. പ്രസവിച്ച് കിടക്കുന്ന ശ്യാമിൻ്റെ ഭാര്യയെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് ധനേഷ് എന്ന് പറയുന്ന സുഹൃത്തും അയൽവാസിയുമായിട്ടുള്ള ആ യുവാവ്. എന്തോ ഒരു പണിയെ കാണിച്ച് നോക്കുപോലും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ആ വീട്ടിലെല്ലാം സ്വാതന്ത്ര്യമുണ്ട്. എന്ത് വിഷമം ഉണ്ടായാലും ഈ ശ്യാം തുറന്നു പറയുന്നത് ധനേഷിനോടാണ്. അങ്ങനെയുള്ള സുഹൃത്താണ് ഈ കൊടും ചെയ്തിരിക്കുന്നത്. ധനേഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുവാണെങ്കിൽ അയാൾ ആദ്യം ഒന്ന് കെട്ടി, പെണ്ണ് ഡൈവേഴ്സായിട്ട് പിരിഞ്ഞു പോയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ശ്യാമിൻ്റെ ഭാര്യയുമായിട്ട് ലോഹ്യം കൂടുന്നതും പിന്നെ അത് പ്രണയത്തിലെത്തുന്നതും ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. എന്തായാലും വല്ലാത്തൊരു കൊലച്ചതിയാണ് ധനേഷ് ഈ ശ്യാമിനോട് ചെയ്തത്. ഒരു ഭയങ്കര സുഹൃത്തുക്കളായിരുന്നു രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും, ഇയാളിങ്ങോട്ട് വരികയും ഇവരങ്ങോട്ട് പോവുകയും. പക്ഷേ പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നു. ഈ വിദ്യമായിട്ട് അയാൾ പ്രേമത്തിലാവുന്നു. അവര് ഇവനെ ചീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇവനെ കുടിപ്പിച്ച് കിടത്തും.
മറ്റേയാൾ കള്ള് മേടിച്ചുകൊണ്ട് വന്ന് ഇവനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ഇവർ രഹസ്യബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ പോകുമ്പോൾ ഇവിടെ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം പലപ്പോഴും നമ്മളിതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞപ്പോൾ നമ്മളെ അവിടുന്ന് ഇവർ തന്ത്രപൂർവ്വം. അപ്പൊ നിങ്ങൾ ഇതൊക്കെ അറിയുന്നുണ്ടെന്നേരം? നമുക്ക് ഇതിൻ്റെ ഒരു ആപത്ത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ഇവൻ്റെ അമിതമായിട്ടുള്ള ഒരു വീട്ടിലേക്കുള്ള കടന്നുകയറ്റവും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമുക്ക് കത്തുന്നു. അപ്പൊ ഈ ശ്യാമിന് ഇതൊന്നും അറിയത്തില്ലായിരുന്നോ? ശ്യാം ഒരു പാവമാണ്. അവൻ സ്നേഹിച്ചാലും ഒരുപാട് സ്നേഹിക്കുകയും. ഈ സുഹൃത്തിന് പൂർണ്ണ വിശ്വാസമായിരുന്നു? തീർച്ചയായും. പക്ഷേ ഭാര്യയും വിശ്വാസമായിരുന്നു? ഭാര്യയും വിശ്വാസമായിരുന്നു. ഭാര്യ പറയുന്ന കേൾക്കുമായിരുന്നു. പാവം നമ്മുടെ ശ്യാം വീണ്ടും ഈ വീട്ടിൽ ഒറ്റയ്ക്കായി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ശ്യാമിൻ്റെ വീടും ഈ ശ്യാമിൻ്റെ സുഹൃത്തായ ധനേഷും ഈ ശ്യാമിൻ്റെ ഭാര്യയും താമസിക്കുന്ന വീടും തമ്മിൽ ഒരു വിളിപ്പാട് അകലെയാണ്. എന്ന് പറഞ്ഞാൽ ഉറച്ചൊന്ന് കൂവിയാൽ ആ വീട്ടിൽ കേൾക്കാം. ഒരു 4-5 വീടിന് വ്യത്യാസം മാത്രമാണ് ഈ വീടുകൾ തമ്മിലുള്ള ദൂരം. ഇവർ സ്ഥിരമായിട്ട് കാണും. ശ്യാം എപ്പോഴും ഈ ശ്യാമിൻ്റെ ഭാര്യയെ കാണും, സുഹൃത്തിനെ കാണും. വല്ലാത്തൊരു അവസ്ഥയല്ലേ? ദൂരോട്ടങ്ങാനും പോയായിരുന്നെങ്കിൽ ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എന്നും കാണേണ്ട ഒരു കാഴ്ചയാണ്. എന്തായാലും ഈ വിഷമമെല്ലാം മറന്നിട്ട് ശ്യാം വീണ്ടും ജീവിച്ചു തുടങ്ങിയാണ്. ജോലിക്ക് പോകുന്നുണ്ട്, സുഹൃത്തുക്കളോട് സംസാരിക്കുന്നുണ്ട്. ഭാര്യ പോയതിന് ഞങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലായിരുന്നു? ശ്യാമിന് പരാതിയൊന്നും ഇല്ലായിരുന്നു? ഇല്ല, ശ്യാമിന് പരാതി ഇല്ലായിരുന്നു തോന്നുന്നു. ഒത്തിരി വിഷമിക്കും. പിന്നെ ആരാണ്ടൊക്കെ പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ശ്യാം പറഞ്ഞാൽ പോയവര് പോയി ജീവിക്കട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ശ്യാമിന്. പെൺകൊച്ചെല്ലാവരുമായിട്ട് സഹകരണമൊക്കെയാണ്. രാവിലെ ഇതിലെ ജോലിക്ക് പോകും. ഞങ്ങളോട്ടെല്ലാം നല്ല സഹകരണം. പിന്നെയും പറയും എല്ലാം ചെയ്യും. ഭർത്താവ് എങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്ന ആ ചിന്തയൊന്നും ഇല്ല അല്ലേ? ഇല്ല, അവര് പിന്നെ അങ്ങനൊന്നും തിരക്കത്തില്ല. ഇവരും ശ്യാമം അങ്ങോട്ട് തിരക്കാൻ പോകത്തില്ല, അവരിങ്ങോട്ടൊന്നും തിരക്കാൻ വരത്തില്ല. എല്ലാവരും അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ശ്യാമാണെങ്കിൽ വെൽഡിംഗ് ജോലിയിലേക്ക് തിരിഞ്ഞു. നമ്മുടെ ധനേഷും പെണ്ണും ആണെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. ധനേഷിന് KSRTC താൽക്കാലിക ജീവനക്കാരനാണ്. അയാളുടെ ജീവിതത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ കുറച്ച് ദിവസം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ആ ഗ്രാമം കേൾക്കുന്നത്. നമ്മുടെ പാവപ്പെട്ട ശ്യാമിനെ ആരോ വീട്ടിൽ കൊന്നിട്ടിരിക്കുന്നു. വല്ലാത്തൊരു ദുരിതമല്ല ആ ചെറുപ്പക്കാരനെ തേടിയെത്തിയിരിക്കുന്നത്. ആദ്യം ഭാര്യ പോയി, ഇപ്പോൾ അയാളെ ആരോ കഴുത്തിനിട്ട് കുത്തി ആ വീടിന്റെ പുറത്ത് കൊന്നിട്ടിരിക്കുകയാണ്. ഇവിടെ വെച്ച് മരിച്ചു കിടക്കുന്നേ ഈ കഥ ഞാൻ തുറന്ന് പുറത്ത് ഇറക്കുന്നത്. ഇറക്കിയപ്പോഴത്തേക്ക് എന്റെ കൂടെ എന്നാളെ ഇവിടുന്ന് പമ്പ് ചെയ്യുന്നത്. ഇനി മറിഞ്ഞപ്പോഴാണ് പമ്പ് ചെയ്യുന്നത്. അതുവരെ ഇവിടുന്ന് പമ്പ് ചെയ്യുന്നില്ലായിരുന്നു. ഇതോടെ ഇവിടെ എല്ലാം ഞങ്ങൾ മണൽ വാരി ഇട്ടത്. ഇവിടെ വീണപ്പോഴേ എന്റെ സൗണ്ട് എടുത്തു. അപ്പോൾ ഞാൻ കയ്യിലെടുത്ത് കെട്ടി കൊണ്ടുപോകാനൊക്കെ നോക്കി ഞങ്ങൾ. അപ്പോഴത്തേക്ക് ഇതായി. ആരായിരിക്കും ആ പാവം ശ്യാമിനെ കൊന്നിരിക്കുന്നത്? നിങ്ങളുടെ മനസ്സിലേക്ക് ആരാ വരുന്നത്? മറ്റാരുമല്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ആത്മാർ സുഹൃത്തായ ഒരു പായിൽ ഉണ്ടുറങ്ങി വളർന്ന നമ്മുടെ ധനേഷ് തന്നെയാണ് ശ്യാമിനെ കൊന്നിരിക്കുന്നത്. വല്ലാത്തൊരു ചെയ്തായിപ്പോ അല്ലേ? എന്തോ പണികൾ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ ഇനി അടുത്ത ചോദ്യം, എന്തിനായിരിക്കും ഈ കടുങ്കൈ ചെയ്തിരിക്കുന്നത്? മറ്റൊന്നിനുമല്ല, ഈ ശ്യാമിൻ്റെ ഭാര്യ ഇപ്പോൾ ആരോടൊപ്പം ജീവിക്കുന്നത്? ധനേഷിനോടൊപ്പം ആണല്ലോ. അതുകൊണ്ട് തന്നെ ശ്യാമിൻ്റെ സ്വത്തിൽ ഭാര്യയ്ക്ക് അവകാശമുണ്ട്. അതിനെ ചൊല്ലി ഈ ധനേഷും ശ്യാമും തമ്മിൽ മിക്കപ്പോഴും വഴക്കാണ്. എത്രയും പെട്ടെന്ന് സ്വത്ത് അടിച്ചെടുക്കണം. അങ്ങനെ ഈ ശ്യാം വഴങ്ങുന്നില്ല എന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോൾ ആ പാവത്തിനെ നിർദ്ദയം കൊന്നുകളഞ്ഞു. ഇതാണ് ബന്ധുക്കൾ, നാട്ടുകാരെല്ലാം പറയുന്നത്. ഈ സംഭവം നടക്കുന്നതിന് കുറച്ച് സമയം മുമ്പ്, ഏകദേശം മണിക്കൂറിന് മുമ്പ് ഇവൻ്റെ വീട്ടിൽ ചെന്ന് കയറി ഈ ധനേഷ്. അപ്പം ഇവൻ പറഞ്ഞിറങ്ങടാന്ന് ഇറങ്ങടാന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് പറയും, നമ്മളായാലും പറയും. അവൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ കയറി വന്നപ്പോൾ ഇറങ്ങടാന്ന് പറഞ്ഞു. അപ്പോൾ ഇറങ്ങടാന്ന് പറഞ്ഞപ്പോൾ ഇതെൻ്റെ ഭാര്യയ്ക്ക് കൂടെ അർഹതപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് എനിക്കിതിൻ്റെ വീതം വേണം. അപ്പം ഇവനെ പല പ്രാവശ്യം സമ്മർദ്ദം ചെലുത്തി ഇവന് ഡിവോഴ്സ് കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. ഡിവോഴ്സ് കൊടുക്കണമെങ്കിൽ ഇവൻ തയ്യാറാണ്. പക്ഷേ ഇവന് ഡോറി കൊടുക്കണമെന്ന് പറയുന്നു. അതിൻ്റെ എന്തോ. അപ്പോൾ ഇവൻ്റെ കയ്യിൽ അതൊന്നുമില്ല. യഥാർത്ഥത്തിൽ തിരിച്ചാണ് ഇവനെ എൻ്റെ അളിയനാണ് യഥാർത്ഥത്തിൽ അവനെ കൊല്ലേണ്ടത്. സാധാരണ നമുക്ക് സംഭവിക്കുന്നത് അങ്ങനെയല്ല. പക്ഷെ തിരിച്ച് ഈ സ്വത്തിന് വേണ്ടിയാണ്. ഇപ്പം ആ വസ്തുവും വീടും അവർക്ക് സ്വന്തമാവും. നിയമം അനുസരിച്ച് അവളാണ് മിടുക്കി. ഒരു മനുഷ്യന് ഇങ്ങനെ ദുർഗതി ഉണ്ടാകുമോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ മനുഷ്യൻ്റെ ജീവിതം ആലോചിച്ച് നോക്കൂ. ഒറ്റപ്പെട്ട ജീവിതമാണ്. ആ ജീവിതത്തിലേക്കാണ് ഒരു പെണ്ണ് കടന്നു വന്നത്. അപ്പോൾ ഒരു വെളിച്ചമാകുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. ആ വെളിച്ചം അധികാലം നീണ്ടു നിന്നില്ല. അവിടെ ഇരുട്ടാക്കിക്കൊണ്ട് അവൾ ഇറങ്ങിപ്പോയി. പിന്നെ അയാൾ ഒറ്റയ്ക്ക് ജീവിച്ചു. അതിനുശേഷം ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് തന്നെ ഒരാളുടെ കൈപ്പിടിയിൽ അവരുടെ ജീവിതം ഒതുങ്ങി. പക്ഷെ എല്ലാവരും ഇപ്പോൾ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഈ മരണത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ കുറ്റപ്പെടുത്തുന്ന ഒരേ ഒരാളെയാണ്. അത് ആരെയാണെന്നറിയാമോ? ഈ സ്വത്തടിച്ചെടുക്കുക എന്നുള്ളത്. ഈ പെണ്ണാണ് ഇതിന്റെ ഏറ്റവും മൂല്യ കാരണം. ഈ പെണ്ണ് അവളെ കണ്ടു ഞാൻ കാക്കി ചൂപ്പാനാണ് നിൽക്കുന്നത്. ഞാൻ ഇന്നും പലരോടും ഇന്നലെയും പറഞ്ഞിട്ടുണ്ട്. അവനെ കണ്ടാലും ഇത് തന്നെ. പക്ഷേ ഈ കേസ് സ്ട്രോങ് ആയിട്ട് പോയില്ലെങ്കിൽ അവന് വിജയമാണ്. ധനേഷിൻ്റെ ഈ ക്രൂരകൃത്യം കാരണം പെരുവഴിയിലായ ഒരു ജീവിതം കൂടിയുണ്ട്. ആ ജീവിതത്തെ നമ്മൾ കാണാതെ പോകരുത്. ധനേഷിൻ്റെ പാവപ്പെട്ട അച്ഛനും അമ്മയും മറ്റൊരാളുടെ ഭാര്യ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നപ്പോൾ ആദ്യമൊക്കെ ഒന്ന് ഉടക്കി നിന്നെങ്കിലും പിന്നീടത് മരുമകളായിട്ട് ആ സ്ത്രീയെ സ്വീകരിച്ചു. വളരെ സന്തോഷപൂർവ്വമാണ് ആ പെണ്ണിനെ കൊണ്ട് നടന്നത്. അങ്ങനെ സന്തോഷകരമായ കുടുംബത്തിലേക്കാണ് ധനേഷിൻ്റെ ക്രൂരമായ പ്രവൃത്തി വലിയൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും
ആ കുടുംബം നശിച്ച് നാരായണക്കല്ലായി. ആ യുവതിയുടെ ജീവിതവും പോയി, ആ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം പോയി, ആകപ്പാടെ ജീവിതം എല്ലാം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. അവൻ്റെ ജീവിതവും പോയി, ധനേഷിന്റെ ജീവിതം പോയി. നമ്മളിപ്പോൾ അങ്ങനെ കൂടി തന്നെ നടക്കുന്നത്. പരിപാടിയായി അല്ലേ നീ അതിന്റെ എല്ലാവരും പരിപാടിയായി. കാരണം ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നമുക്ക് അറിയുന്നില്ല. അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്തിരിപ്പിച്ചാനെ, അറിയില്ല. ഇനി നിങ്ങളുടെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ വിടുകയാണ്. ഈ ഒരു ക്രൂരകൃത്യം കാരണം ധനേഷിന് എന്ത് നേട്ടമാണുള്ളത്? ഒരു പാവപ്പെട്ടനെ കൊന്നതുകൊണ്ട് അവൻ എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഒരിക്കലുമില്ല. ഇനി അവന് ജാമ്യത്തിലിറക്കണം, കേസ് വാദിക്കണം, എന്തുമാത്രം പുകിലാണെന്നറിയാമോ? ഇതിനെല്ലാം ഇനി ഓടാനുള്ളത് ആ പാവപ്പെട്ട വൃദ്ധനായ അച്ഛൻ മാത്രമാണ്. ആ യുവതിയുടെ ജീവിതം പോയി, ആ അച്ഛൻ്റെ അമ്മയുടെ ജീവിതം പോയി, ശ്യാമിൻ്റെ ഒരു ജീവിതം പോയി, എല്ലാം ജീവിതമേ പോയി. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആന മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തയിലേക്ക് വരുമ്പോൾ തന്നെ ചിന്തിക്കണം, ഇതുകൊണ്ട് എന്ത് നേട്ടമാണുള്ളത്? എന്തെങ്കിലും നേട്ടം ഉണ്ടെങ്കിൽ ഓക്കെ, ഒരുത്തിനെ കൊന്നതുകൊണ്ട് നാളെ ഞാൻ അഭിമാനപൂർവ്വം ഈ സമൂഹത്തിൽ നടക്കും, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും എന്നുള്ള ചിന്തയാണെങ്കിൽ ഓക്കെ. ഇതൊന്നുമില്ല. ശിഷ്ടകാലം കോടതി, പോലീസ് സ്റ്റേഷൻ, അവസാനം ജയിലറയ്ക്കുള്ളിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഒരു പുനർവിചിന്തനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തിയാലോ? നന്ദി, നമസ്കാരം.